ധന്യ, തിരുവാങ്കുളത്ത് അമ്മ പുഴയിലേക്ക് എറിഞ്ഞു കൊന്ന 3.5 വയസ്സുകാരിയുടെ മരണം അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സംഗതിയാണ്. പക്ഷേ കുറച്ചുകൂടി കാര്യങ്ങൾ ഗൗരവമാവുകയാണ്. അത് ആ അമ്മയുടെ മാനസിക സംഘർഷത്തിൻ്റെ ഭാഗമായി നടന്നൊരു കൊലപാതകമെന്നാണ് നമ്മൾ ആദ്യം കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അതല്ല അവസ്ഥ. ആ കുട്ടി ഗുരുതരമായ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട്. എന്താണ് അതിൻ്റെ വസ്തുത? എന്താണ്? സത്യത്തിൽ ഇന്നലെയൊക്കെ അമ്മയെ വളരെയധികം കുറ്റക്കാരിയായിട്ട് കണ്ടവരൊക്കെ ഇന്ന് മാറ്റി പറയുന്നൊരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം മകൾ സ്വന്തം വീട്ടിൽ സുരക്ഷിതയല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മറ്റൊന്നും ചെയ്യാൻ കഴിയാതെ അവർ ചെയ്തു പോയതാണോ എന്നുള്ളൊരു സംശയം പോലും ഇപ്പോൾ എല്ലാവർക്കും വരുന്നുണ്ട്. നമ്മൾ ഈ വീട്ടില് എന്താ പറയുക, ഒരു 3 വയസ്സുകാരി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു 4 വയസ്സുകാരി എന്നൊക്കെ പറയുമ്പോൾ നിഷ്കളങ്കമായ ബാല്യം അല്ലേ, ഒന്നും അറിയാത്തൊരു ബാല്യം. അതിനെ പിച്ചി ചീന്താൻ, അതിൻ്റെ ശരീരത്തെ മറ്റൊരു കണ്ണുകൊണ്ട് കാണാൻ കഴിയുക എന്ന് പറയുന്നത് അത്രയും നിലവാരമില്ലാത്ത, അത്രയും മോശപ്പെട്ട ജീവിത സാഹചര്യമുള്ള ഒരാൾക്ക് മാത്രമേ കഴിയൂ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, മാനസിക വൈകൃതം എന്ന് പറയുന്നത് എന്താ പറയാ, സ്വന്തം കുഞ്ഞുങ്ങളെ പോലും ശാരീരികമായി ഉപയോഗിക്കാൻ മടിയില്ലാത്ത ചില അച്ഛന്മാരുടെയൊക്കെ വാർത്തകൾ നമ്മൾ വന്നിട്ടുണ്ട്. അച്ഛന്മാരെ ഭയന്നുകൊണ്ട് സ്വന്തം കുഞ്ഞുങ്ങളുടെ ശരീരം സംരക്ഷിക്കാനായി വിവാഹമോചനം നേടിയ അമ്മമാരെ നമുക്ക് അറിയാം. അപ്പോൾ അത്തരത്തിൽ ഈ പറയാൻ കഴിയില്ല. പക്ഷെ ഈ ഒരു അടുത്ത കാലത്ത് ഒരമ്മ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് എന്നെ വിളിച്ചിട്ട് അവർ പറഞ്ഞത്, ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മതി, അവർക്ക് വാർത്തയാക്കണ്ട. കാരണം അവരുടെ പിള്ളേരുടെ ജീവിതം, അവരുടെ ജീവിതമൊക്കെ പിന്നീട് സമൂഹം ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് അവർക്ക് വാർത്തയാക്കണ്ട. അവർ പറഞ്ഞത് 12 വയസ്സായ അവരുടെ മകൾ ഈ കുഞ്ഞിൻ്റെ പാൻറ്റീസ് അതെടുത്ത് മണപ്പിക്കുക എന്നതാണ് ഈ അച്ഛൻ്റെ വൈകൃതം എന്ന് പറയുന്നത്. ഇന്ന് അവർ പറയുന്നത് അത് കുറേ നാൾ അവർ കണ്ടു. ഈ കുഞ്ഞിനെ രാത്രി ഉറങ്ങുമ്പോൾ ഈ കുഞ്ഞിനോടൊപ്പമാണ് അവർ ഉറങ്ങുന്നത്. അവർ ഉറങ്ങാറില്ല. റൂം പൂട്ടി അകത്ത് കിടന്നാൽ ഒരു കണ്ണ് തുറന്ന് ഉണർന്നാൽ കാരണം കൊച്ചിന് അച്ഛൻ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അടുപ്പമാണ്. ആ അച്ഛൻ്റെ സ്വഭാവം ഇത്രയും മോശമാണ് എന്നവരെങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് കണ്ട് 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 അവസാനം അവർക്ക് ഭയമായി, കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു ഭയം അവരിൽ വന്നപ്പോൾ അവർ സ്വാഭാവികമായും ഇയാളെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ട അവസ്ഥ വന്നു. പോയപ്പോൾ അവരെക്കുറിച്ച് പറഞ്ഞത് അവർക്ക് വേറെ പുരുഷനുമായി ബന്ധമുണ്ട്, അതുകൊണ്ടാണ് കുഞ്ഞിനെയും കൊണ്ട് പോയതെന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഇല്ലാ കഥകൾ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ട് അവരെന്നോട് പറഞ്ഞ് കരയുകയാണ്, മറ്റാരോടും ഇത് പറഞ്ഞ് കരയാനില്ലാത്തത് കൊണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റോളം അവരെ കരച്ചിൽ നീണ്ടു നിന്നു. ഞാനത് ആ 10 മിനിറ്റ് ഞാൻ ഫോൺ വെച്ച് തന്നെ ഇരുന്നു. കാരണം അവർ കരഞ്ഞു തീരട്ടെ, അവരുടെ വിഷമം കരഞ്ഞു തീരട്ടെ. പിന്നെ എനിക്ക് അവരോട് തോന്നിയൊരു ബഹുമാനം, ആ ദുഷ്ടന്റെ ആ വൃത്തികെട്ട മൈൻഡിൽ നിന്ന്, വൃത്തികെട്ടവന്റെ കരങ്ങളിൽ നിന്ന് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞല്ലോ എന്നുള്ളത് ഓർത്ത് ആ അമ്മയെ ഓർത്ത് അഭിമാനിക്കുക. ഇവിടെ ഈ അമ്മയുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത്, ദേഷ്യം വരുമ്പോൾ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഇവർക്ക് തന്നെ അറിയില്ല. ഈ പ്രസവം കഴിഞ്ഞതിന് ശേഷം സ്ത്രീകൾക്കുണ്ടാവുന്ന ഒരുതരം രോഗമാണ്. അത് കൃത്യമായി ചികിത്സിച്ചില്ലെങ്കിൽ, ഇപ്പോൾ ദിവ്യ ജോണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സ്വന്തം കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കിക്കൊന്നു. ആ സ്ത്രീ മരിച്ചു, ഇപ്പോൾ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇതൊക്കെ കൃത്യമായി ചികിത്സ നൽകിയില്ല എങ്കിൽ സ്വന്തം കുഞ്ഞുങ്ങളെ തന്നെ കൊല്ലുന്ന തരത്തിലേക്ക് പോകും. അവർക്ക് ചിന്തിക്കാനുള്ള ഒരു ഇതൊന്നുമില്ല. പിന്നെ നമ്മൾ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അച്ഛൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിൽ എന്താണ് അച്ഛൻ്റെ സഹോദരൻ, ഞങ്ങളൊക്കെ കൊച്ചിച്ചൻ എന്നാണ് വിളിക്കുന്നത്. കൊച്ചിച്ചൻ അച്ഛനാണ്, അച്ഛന് തുല്യമാണ് അച്ഛൻ്റെ സഹോദരൻ എന്ന് പറയുന്നത്. 1 വർഷത്തോളം ഈ കുഞ്ഞിനെ ശാരീരികമായി അയാൾ ഉപദ്രവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ശാരീരികമായി അതിനെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. 1 വർഷമായി ആ പിഞ്ച് ശരീരത്തെ നോവിച്ച് അയാൾ സുഖം കണ്ടെത്തിയിരുന്നു. ഈ 1 വർഷം കൊണ്ടെന്ന് പറയുമ്പോൾ ആ ചെറ്റെ എന്താണ് ചെയ്യേണ്ടത്? ഇവനെ പോലുള്ളവരെയൊക്കെ സമൂഹം കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഇതൊക്കെ മറന്നു കഴിയുമ്പോൾ ഇവനൊക്കെ ജാമ്യം കിട്ടി പുറത്തിറങ്ങും. അതുകൊണ്ട് ഇവനൊന്നും വലിയ പ്രശ്നമില്ല. പോക്സോ കേസിൽ പെടുത്തി ഇവനെയൊക്കെ കുറച്ച് നാൾ ജയിലിലിടും. അത് കഴിയുമ്പോൾ ജാമ്യം കിട്ടി ഇവനൊക്കെ പുറത്തു വരും. ഇതല്ല, ഇതിനപ്പുറവും കാണിക്കും. ഇന്ന് ചേട്ടന്റെ മകളോട് കാണിച്ചത് നാളെ സ്വന്തം മക്കളോട് ഇവനൊക്കെ കാണിക്കില്ലെന്ന് എന്താണ് ഉറപ്പ്? ഇവനെയൊക്കെ സത്യത്തിലൊരു വാക്കുണ്ട, ഇവന്റെയൊക്കെ എന്താ പറയുക, മണികണ്ഠം അരിഞ്ഞു കളയണമെന്നേ ഞാൻ പറയൂ. കാരണം ഇങ്ങനെയുള്ളവനെ ഒന്നും വച്ചോണ്ടിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. സ്വന്തം മകളെപ്പോലെ കാണേണ്ട നിഷ്കളങ്കയായ, കളിച്ച് തിരിച്ച് ഓടി നടക്കുന്ന ഒരു കുഞ്ഞിനെ അതിനറിയാൻ പോലും കഴിയില്ല എന്ന് തോന്നുന്നു അത് ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന്. പക്ഷെ ഇവിടെ ഈ കേസിൽ ഈ പെൺകുട്ടി 3 വയസ്സുള്ള ഈ കുഞ്ഞിനെ അത് മാതാപിതാക്കൾ അല്ലെങ്കിൽ പാരൻസ്, അച്ഛൻ്റെ അമ്മ അടക്കമുള്ളവരോടൊപ്പമാണല്ലോ കഴിഞ്ഞത്.
അപ്പം ഇത്തരത്തിൽ ഒരു കുഞ്ഞ് സ്വാഭാവികമായും തന്നെ ഒരാൾ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരോട് വെളിപ്പെടുത്തിയിട്ടില്ലേ? ഉണ്ടാകും. അതാണ് പറയാൻ വരുന്ന പ്രേമലേട്ടാ, ഈ അച്ഛനെ കൃത്യമായി ചോദ്യം ചെയ്യണം. കാരണം ഇന്നലെ അച്ഛൻ പല ചാനലുകളിലും കൊടുത്ത ബൈറ്റിൽ പറയുന്നത് എല്ലാത്തിനും കാരണം ഭാര്യയാണ്, എൻ്റെ മകളാണ് ഈ മരിച്ചു കിടക്കുന്നത്. അത് എത്രയും വേഗം ഈ അമ്മയുടെ തലയിൽ ഈ കേസ് എല്ലാം കെട്ടിവെച്ചിട്ട് ഇയാൾക്ക് എന്തോ മറയ്ക്കാനുണ്ട് എന്ന് ഇന്നലെ തന്നെ അയാളുടെ ആ ബൈറ്റുകളിൽ നിന്ന് വ്യക്തമായതാണ്. പിന്നെ നമ്മളത് പറയാത്ത എന്താ വെച്ചാൽ, ഇന്നലെ നമ്മളത് ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മളത് പറയാത്ത എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങനെ അല്ല എങ്കിൽ നമ്മുടെ ഊഹാപോഹങ്ങൾ തെറ്റാണെങ്കിലും അതുകൊണ്ട് വേണ്ട എന്ന് വിചാരിച്ച് നമ്മൾ വിട്ടതാണ്. പക്ഷേ ആ അച്ഛനെയും കൃത്യമായി ചോദ്യം ചെയ്യണം. അയാൾക്ക് ഇതൊക്കെ അറിയാമായിരുന്നു. സ്വന്തം അനിയൻ പിടിക്കപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ടാണ് എല്ലാം ആ അമ്മയുടെ തലയിൽ കെട്ടിവെച്ചാണ്ട് ഇയാൾ ഇത്തരത്തിൽ തിടുക്കപ്പെട്ടത് എന്നുള്ളതാണ്. അമ്മയെയും ഇവിടെ കുറ്റക്കാരി അല്ലാതാക്കുന്നില്ല. അമ്മ ചെയ്ത കുറ്റം തന്നെയാണ്. കാരണം ഒരു പിഞ്ചു കുഞ്ഞിനെ കൊണ്ടുപോയി അവർക്ക് വേണമെങ്കിൽ സ്വന്തം വീട്ടിൽ പറഞ്ഞ് ഇത് പോലീസിൽ അറിയിച്ച് ഇവനെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കാമായിരുന്നു. മൂത്ത കൊച്ചിനെയും ഇവർ ഐസ്ക്രീം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. പിന്നെ ഇവരുടെ മാനസികാവസ്ഥ മാറുമ്പോൾ ടോർച്ച് കൊണ്ട് അടിക്കുമെന്ന് പറയുന്നു. തലയിൽ മുറിവുണ്ടെന്ന് പറയുന്നു. ഈ ഡോക്ടർമാർക്ക് തോന്നിയ ചില സംശയങ്ങളാണ്, ശരീരത്തിൽ കണ്ട ചില പാടുകൾ. അത് ഈ ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ടതിന്റെ ചില പാടുകളായി ഡോക്ടർമാർക്ക് തോന്നി. അവർ പോലീസിനെ അറിയിച്ചപ്പോഴാണ് പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് പറഞ്ഞത്. പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷമാണ് നമുക്ക് പുറത്ത് പോലും പറയാൻ കഴിയാത്ത കാര്യങ്ങളാണ് ആ കുഞ്ഞിന്റെ ശരീരത്തിൽ ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നമ്മൾ എങ്ങനെയാ ഇതൊക്കെ ഇരുന്ന് പറയുന്നത്? നമുക്കത് ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ആ കുഞ്ഞ് അനുഭവിച്ച വേദന എത്രയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. അത് പറഞ്ഞു ഫലിപ്പിക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും ഇതുപോലെ തന്നെയാണ് ആലുവയിൽ ഒരു 5 വയസ്സുകാരിയായ ഒരു കുഞ്ഞിനെയും ഒരു അന്യ സംസ്ഥാന തൊഴിലാളി മൃഗീയമായാണ് അതിനെ പീഡിപ്പിച്ച് എന്നിട്ട് അതിന്റെ ശരീരം ഒടിച്ച് മടക്കി ചാക്കി കെട്ടി കല്ലുകൊണ്ട് മൂടി വച്ചിരുന്നു. ആ സമയത്ത് അവനെ കണ്ട പട്ടി പോലും വെള്ളം കുടിക്കില്ല. ആ സമയത്ത് അവനെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ അതിനുശേഷം അവനെ ജാമ്യത്തിനുള്ള കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നപ്പോൾ സിനിമ നടനെ പോലെ ഇരിക്കുന്നു. കാരണം ഒരു ജോലിയും ഇല്ല, തിന്ന് കൊഴുത്ത് ജയിലിൽ കിടന്ന്. ഇവനെയൊക്കെ എന്തിനാണ് നമ്മുടെയൊക്കെ ചിലവിൽ ഇങ്ങനെ ഞാൻ പറയുന്നത്, ഈ കൊച്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നവനെ ശാരീരികമായി ഉപയോഗിക്കുന്നവനെയൊക്കെ സെക്കൻഡിൽ തീർക്കണം എന്നുള്ളതാണ്. പിന്നെ അവനെയൊന്നും വച്ചോണ്ടിരിക്കാൻ പാടില്ല. പിന്നെ അവനൊക്കെ വക്കീലന്മാർ വരും. ഇപ്പോൾ ആളൂർ മരിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ കുറേയൊക്കെ ആ ഭാഗത്ത് ചിലപ്പോൾ കുറേ വക്കീലന്മാർ ഇത്തരത്തിൽ വരാൻ മടി കാണിക്കും. എങ്കിലും എവിടെ നിന്നെങ്കിലുമൊക്കെ ഇവനൊക്കെ വക്കീലന്മാർ വരും. ഇവനെയൊക്കെ രക്ഷപ്പെടുത്താനും ഒക്കെ സംസാരിക്കാനും ഒക്കെ വക്കീലന്മാർ വരും. അതൊക്കെ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഈ 1 വർഷത്തോളമായിട്ടും ഈ കുഞ്ഞ് ശാരീരിക പീഡനത്തിനിരയായിട്ടും എന്താ പറയുക, കുഞ്ഞിന്റെ അച്ഛൻ അറിഞ്ഞില്ല, കുഞ്ഞിന്റെ അച്ഛമ്മ അറിഞ്ഞില്ല, ബാക്കി ബന്ധുക്കൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ അച്ഛന്റെ സഹോദരൻ എന്ന് പറഞ്ഞവൻ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് പൊട്ടിക്കരയുകയാണ്. ഇവൻ അതിനൊക്കെ അറിയാം. ഈ കുഞ്ഞ് തൻ്റെ മകളെപ്പോലെയാണ് എന്ന് കണ്ട് അതിനെ പരിചരിക്കേണ്ട, അതിനെ സംരക്ഷിക്കേണ്ടവൻ അതിനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ ആ കുഞ്ഞ് ഒരു തരത്തിലും സുരക്ഷിതയല്ല എന്നതാണ് അതിന്റെ അർത്ഥം, അല്ലേ? ഒരു തരത്തിലും ആ കുഞ്ഞ് ആ വീട്ടിൽ സുരക്ഷിതയല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ കുഞ്ഞ് ശരീരത്തിൽ ഇവൻ ഇത്രയും നോവിച്ച് സുഖിച്ചത്. ഇവനെ ഒന്നും വെറുതെ വിടാനേ പാടില്ല എന്നുള്ളതാണ്.